നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ CPM-നെയും സർക്കാരിനെയും കടുത്ത രീതിയിൽ വെട്ടിലാക്കി EP ജയരാജന്റെ ആത്മകഥാ വിവാദം ആളിക്കത്തുകയാണ്. EP ജയരാജൻ പാർട്ടി വിടുമോ എന്നാണ് ഇപ്പോൾ ഏവരും ആകാംക്ഷയോടെ നോക്കുന്നത്. CPM-നോട് കടുത്ത രീതിയിൽ വിയോജിപ്പുണ്ട് എന്നാണ് ആത്മകഥയിലെ പുറത്തു വന്ന ചില ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ല എന്നാണ് പുറത്തു വന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നാണ് അടുത്ത വിമർശനം. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി P സരിൻ വയ്യാവേലിയാകുമെന്നും പരാമർശമുണ്ട്. പുറത്തു വന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ല എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും EP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച DC ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പോളിംഗ് ദിനം മുട്ടം പണിയായി കട്ടൻ ചായയും പരിപ്പുവടയും ആത്മകഥാ വിവാദം മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ DC ബുക്സ് അവരുടെ പേജിൽ EP-യുടെ ആത്മകഥ വരുന്ന കാര്യം പരസ്യപ്പെടുത്തിയിരുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ മുഖചിത്രം വരെ നൽകുകയും ചെയ്തിരുന്നു. EP-യെ ടാഗ് ചെയ്തായിരുന്നു അറിയിപ്പ്. രാവിലെ പുസ്തകത്തിലെ വിശദാംശങ്ങൾ ബോംബായാണ് പുറത്തേക്ക് വന്നത്. സർക്കാരിനും പാർട്ടിക്കുമെതിരെ EP-യുടെ തുറന്നടിക്കൽ വൻ ചർച്ചയായി. പുറത്തു വന്ന ആത്മകഥയിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ട്. പദവി നഷ്ടപ്പെട്ടതിലല്ല, പാർട്ടി തന്നെ മനസ്സിലാക്കാത്തതിലാണ് പ്രയാസം. നിലപാട് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു. ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് അടുത്ത വിമർശനം. തിരുത്തൽ വരുമെന്ന് പറഞ്ഞാൽ പോരാ, അടി മുതൽ മുടി വരെ വേണം. സരിൻ നാളെ വയ്യാവേലിയാകുമെന്നാണ് അടുത്ത വിവാദ പരാമർശം. തലേന്ന് വരെ UDF സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചയാൾ കിട്ടാതെ ആയപ്പോൾ മറുകണ്ഠം ചാടി. പല ഘട്ടത്തിലും സ്വതന്ത്രൻ ഗുണം ചെയ്തിട്ടുണ്ട്, പക്ഷേ വയ്യാവേലിയായ സന്ദർഭങ്ങളും ഉണ്ട്. അൻവർ ഉദാഹരണമെന്ന് ആത്മകഥ പറയുന്നു. കഥാഭാഗം കത്തിപ്പടർന്നതിന് പിന്നാലെ മുഴുവൻ നിഷേധിച്ച് EP ജയരാജൻ രംഗത്തെത്തുകയും ചെയ്തു. നിയമ നടപടി എടുക്കുമെന്നും EP പ്രതികരിച്ചു. ആത്മകഥാകാരൻ തന്നെ പ്രസാധകരെ തള്ളിയതോടെ വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയായിരുന്നു. പിന്നാലെ DC ബുക്സിന്റെ വിശദീകരണം. സാങ്കേതിക കാരണങ്ങളാൽ പ്രകാശനം മാറ്റിവെച്ചു. ഉള്ളടക്കം പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകും. EP പൂർണ്ണമായും തള്ളുമ്പോഴും മാധ്യമങ്ങളിൽ വന്ന ആത്മകഥാ ഭാഗം DC ബുക്സ് നിഷേധിക്കുന്നില്ല. ടൈറ്റിലടക്കം DC ഉറച്ചു നിൽക്കുന്നതും EP-യെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.